രാഹുൽ ഈശ്വർ ഇന്ന് ആ ബോഡി കൊണ്ടുവച്ചത് വാടക വീട്ടിലാണ്. അച്ഛൻ പെയിന്റ് പണിക്കാരനാണ്, അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന പാവമാണ്, ഒരു സർജറി കഴിഞ്ഞാണ്. ആ വാടക വീട്ടിലെ മേശപ്പുറത്തുകൊണ്ട് വെച്ചതാണ്. സ്വന്തമായി ഒരു സ്ഥലമില്ലാത്ത കാരണം അടുത്തുള്ള പറമ്പിലാണ് ഇന്ന് അവൻ്റെ അവിടെ കുഴിപാടം കുത്തിയത്. രാഹുൽ ഈശ്വർ, ഈ സമയമായിട്ടും ഇവിടെ സാംസ്കാരിക കേരളത്തിൽ ഞെട്ടലില്ല. ആർക്കും കവിത എഴുതണ്ട. ഈ ഏതെങ്കിലും ഒരു പുക്കാസ കോക്കാസ ബുദ്ധിജീവികൾക്കൊന്നും എല്ലാം വായിൽ പോട്ടെ, എല്ലാം മിണ്ടാതിരിക്കുകയാണ്. എന്താ ജസ്റ്റിസ് ഫോർ ജിതിൻ രാജ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ എവിടെയുമില്ല. അവിടെ ധർമ്മടത്താണ്, ഇവിടെ പാർട്ടിക്കോട്ടയില്ല. അവിടെ CPM പ്രതിഷേധമില്ല, കോൺഗ്രസ് പ്രതിഷേധമില്ല, SFIക്ക് ഇല്ല. ഈ പറഞ്ഞ KS എല്ലാവരും കൊണ്ട് ഒരു റീത്ത് പേര് കൊണ്ട് വെച്ചിട്ട് പോയി അവിടെ നിന്നിട്ട് മൊത്തം ആർക്കും ഒരു പ്രശ്നവുമില്ല. ഒരു പാവം പിടിച്ചവൻ, ഒരു സാധു വിദ്യാർത്ഥി അധ്യാപകരാൽ വേട്ടയാടപ്പെട്ട് ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ദിവസമാണ് ഇന്ന്. എന്താണ് നിശബ്ദത രാഹുൽ? എന്താണ് കേരളത്തിൽ ഞെട്ടാത്തത് രാഹുൽ? ശ്രീ ഹാഷ്മി, അങ്ങയുടെ ഇൻട്രോ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വികാരത്തോട് പരിപൂർണമായി യോജിക്കുകയാണ്. ആദ്യം തന്നെ നിതിൻ രാജിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക്, ഈ ഏറ്റവും നമുക്കൊക്കെ മക്കളുള്ളതാണ്, ഏറ്റവും വിഷമഘട്ടത്തിൽ അവരോടൊപ്പമാണ്. നമ്മുടെ സിസ്റ്റം അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും കൺവിൻസ് ആകുന്ന രീതിയിൽ അന്വേഷണം നടത്തണമെന്നും തെറ്റുകാരെ കണ്ടെത്തിയാൽ ശക്തമായി ശിക്ഷിക്കണമെന്നുമാണ് നമ്മൾ എല്ലാവരും വേണ്ടത്. ശ്രീ സണ്ണി എം കബിക്കാട് സാറും ശ്രീ ദിനുവും പറഞ്ഞ സെന്റിമെന്റ്സിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ഒന്ന് രണ്ട് സണ്ണി സാറ് പറഞ്ഞ വാക്കുകളോട് വിയോജിപ്പുണ്ടെങ്കിലും ആ സെന്റിമെന്റ്സിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ഈ ജാതീയത എന്നൊരു പ്രശ്നം നമ്മുടെ ഹിന്ദു സമൂഹവും ഇന്ത്യൻ സമൂഹവും മറികടക്കേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളം ഭ്രാന്താലയമാണെന്ന് നമ്മുടെ ജാതീയത കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് മറികടക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. UGCയുടെ കണക്കുകൾ പ്രകാരം 2019-20 കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ 173 ആയിരുന്നെങ്കിൽ 2023-24 അത് 118% വർദ്ധിച്ച് 378 എന്നാണ് കണക്കുകൾ പറയുന്നത്. സുഖ്ദേവോ തോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം എയിംസിലടക്കം, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ എയിംസിലടക്കം 85% SC/ST ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് തങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ ലെയേഴ്സിൽ വിവേചനം നേരിടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അവിടെയാണ് നേരത്തെ ശ്രീ മോഹൻരാജ് സാർ അടക്കം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവഗണിക്കരുത്. തീർച്ചയായിട്ടും ഇതിന് പല ലെയേഴ്സ് ഉണ്ട്. ജാതീയത ഒരു വലിയ പ്രശ്നമാണ്, അതൊരു ലെയറാണ്. ടീച്ചേഴ്സ് ട്രെയിനിങ് ഒരു ലെയറാണ്. മെന്റൽ ഹെൽത്തിന്റെ ഒരു ലെയറാണ്. സോഷ്യൽ യൂണിറ്റി ഒരു ലെയറാണ്. ഇതിനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് സമീപിക്കാം. ഇപ്പം ദിനു സമീപിക്കുന്നത് അംബേദ്കർജിയുടെ രീതിയിലാണ്, ഞാൻ സമീപിക്കുന്നത് ഗാന്ധിയൻ രീതിയിലാണ്. അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന അംബേദ്കർജിയുടെ തത്വവും അല്ലെങ്കിൽ ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് എന്ന ഗാന്ധി തത്വവും, രണ്ട് വഴി പോയാലും ഈ ജാതീയതയുടെ ഇന്നും നമുക്ക് അതിജീവിക്കേണ്ട ഒരു പ്രശ്നമാണെന്നുള്ള വിഷയത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കും പ്രശ്നമുണ്ടെന്ന്. നമ്മൾ കേരളത്തെ അടച്ചാക്ഷേപിക്കുകയല്ല. കേരളം ഇപ്പം മതസൗഹാർദ്ദം പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്പർ 1 ആണ്. പക്ഷേ ജാതീയത പോലുള്ള ഒരു കാര്യങ്ങളിൽ ഇനിയും അന്തർധാരയായി, അന്തർലീനമായി, സബ് കോൺഷ്യസ് അബോധ തലത്തിൽ ജാതീയതയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കാസ്റ്റീസത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ആർക്കും എതിരെയല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു പേര് പറയുമ്പോൾ നമ്പ്യാർ ഇടയ്ക്ക് എടുത്തു പറയണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത്. പകരം ഈ ഡോക്ടർ രാമാണെങ്കിലും ഡോക്ടർ സംഗീതയാണെങ്കിലും അടക്കം അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിശക്തമായി തന്നെ അവർക്കെതിരെ നടപടികൾ വേണം, ഒരു സംശയവുമില്ല. ഇനി ബാക്കി ഞാൻ രണ്ട് ഭാഗത്തെയും ആർഗ്യുമെന്റ്സ് കേട്ടു. വേറെ 1-2 ആംഗിളുകൾ ചിലർ പറയുന്നുണ്ട്, ഒരു ലോൺ ആപ്പിന്റെ കാര്യവും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം എന്താണെന്നറിയില്ല, വെളി വരട്ടെ. പക്ഷേ കാസ്റ്റീസം സംശയമില്ല. ഈ ലോൺ ആപ്പിൽ എന്തോ ഈ പറയുന്ന ലത ഏതോ അധ്യാപികയുടെ പേരെടുത്ത് ചുമ്മാ പറയുന്ന, അവൻ അമ്മയുടെ പേരാണ് ലത. ഒരു ലോൺ ആപ്പിൽ ചുമ്മാ പച്ചക്കള്ളം, അത് പറയാൻ പോലും അറിയില്ല, പച്ചക്കള്ളം. ഞാൻ അങ്ങനെ ആംഗിളില്ല, അത് അധികമാർ അടിച്ചോണ്ടാക്കുന്ന കള്ള പച്ചക്കള്ള ആംഗിളാ, പച്ചക്കള്ളത്തിന്റെ ആംഗിളാ. ഞാൻ അങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.